Areas where needle stick injury occurs: nursing stations, pathological labs, blood banks, operation theatre, during disposal, collection and transport, during sorting by the rag pickers. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തോന്നിയ മാതിരി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും. നീഡിലൊക്കെ സിറിഞ്ചിൽ ഓരാണ്ട് ഇൻസുലിൻ കുത്തിയ സിറിഞ്ച് അതേപോലെ തന്നെ റെഡ് ബാഗിലിടുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കല്ല ദോഷം. ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ അതങ്ങനെ ചുറ്റി കെട്ടുമ്പോൾ ഈ നീഡിൽ അവരെ കുത്തും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അനുഭവിക്കേണ്ടി വരുന്ന വേറെ കുറേ പാവങ്ങളാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. വളരെ കെയർഫുൾ ആയിരിക്കാം നീഡിലും സിറിഞ്ച് ഉപയോഗിക്കുമ്പോൾ. നിങ്ങൾക്ക് പ്രിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള ഫെല്ലോ ബീയിങ്സ് അവർക്കും പ്രിക്ക് കിട്ടരുത് എന്ന ഉദ്ദേശത്തോടെ പ്രോപ്പറായിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇനി ഏതൊക്കെ പ്രൊസീജിയറിലാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി കൂടുതലായിട്ട് സംഭവിക്കുക? ഒന്ന്, ഡ്രോയിങ് ബ്ലഡ്. നമ്മൾ ബ്ലഡ് കളക്ഷൻ ചെയ്യുമ്പോൾ. റീക്യാപ്പിംഗ് നീഡിൽ. ഏറ്റവും കൂടുതൽ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി നടക്കുന്നത് ഡ്യൂറിങ് റീക്യാപ്പിംഗ് ആണ്. So you are not allowed to recap the needle. Needle ഒരിക്കലും recap ചെയ്യാനുള്ളതല്ല. Once it is used, it has to be discarded. It should not be recapped. Used needle ഒരിക്കലും നമ്മൾ recap ചെയ്യില്ല. അത് കിഡ്നി ട്രയൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ട്രയൽ വെച്ച് കൊണ്ടുവരുന്നു, തന്നെ ഡിസ്കാർഡ് ചെയ്യുന്നു. There is no recapping of the needle. Then needle disposal time. Needle disposal time എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോയി 3-4-5 പേഷ്യൻറ്റ് ഇഞ്ചക്ഷൻ കൊടുത്തു, ആ എല്ലാ നീഡിലും കൂടി കിഡ്നി ട്രയലിൽ ഇട്ടിട്ട് വരും. എന്നിട്ട് ഈ കിഡ്നി ട്രെയിന് ഓരോ നീഡിലായിട്ട് എടുക്കും. ബിറ്റ്വീൻ യു വിൽ ഗെറ്റ് എ പ്രിക്ക്. സോ ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീഡിൽസ് മാത്രമായിട്ട് ഒരു കിഡ്നി ട്രെയിൽ കളക്ട് ചെയ്യാം. അതിനുവേണ്ടി മാത്രം ഒരു കിഡ്നി ട്രേ വെക്കുക. അത് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഈ കിഡ്നി ട്രേ ചെരിക്കുക. അല്ലാതെ ഒരിക്കലും ഓരോന്നായിട്ട് എടുക്കരുത്. അതല്ലെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് ചെരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു സിസർ അല്ലെങ്കിൽ ആർട്ടറി ഫോർസെപ്സ് ഉപയോഗിച്ച് ഒരു നീഡിലെടുത്തിട്ട് നീഡിൽ പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിൽ ഇടാം. ഒരിക്കലും കൈ കൊണ്ട് നീഡിൽ കിഡ്നി ട്രെയിൻ എടുത്ത് ഡിസ്കാർഡ് ചെയ്യാൻ ശ്രമിക്കരുത്. യു വിൽ ഗെറ്റ് എ പ്രിക്ക് ആൻഡ് യു വിൽ ഹാവ് ടു സഫർ. ഗാർബേജ് ഡിസ്പോസൽ, നെഗ്ലക്റ്റഡ് നീഡിൽ. എന്ത് ചെയ്യും? കുട്ടികൾ പ്രൊസീജിയർ എല്ലാം കഴിയുമ്പോൾ ആ ട്രേയും ആ നീഡിലും എല്ലാം നഴ്സിംഗ് സ്റ്റേഷനിൽ ട്രീറ്റ്മെൻറ്റ് റൂമിൽ പ്രിപ്പറേഷൻ ഏരിയയിൽ ഇട്ടേച്ച് പോകും. പിന്നെ വരുന്ന സ്റ്റാഫിനായിരിക്കും പ്രിക്ക് കിട്ടുക. ദാറ്റ് ഈസ് നെഗ്ലക്റ്റഡ് നീഡിൽ. ചിലപ്പോൾ പേഷ്യൻ്റെ സൈഡിൽ പോയിട്ട് ഒരു നീഡിൽ അവിടെ ബെഡിൽ, ഇപ്പോൾ ബ്ലഡ് ഷുഗർ നോക്കാൻ പോകും, നീഡിൽ ബെഡിൽ കുത്തിവെച്ചിട്ട് പോകും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വേറൊരു പ്രിക്ക് ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഡ്രോയിങ് ദ ബ്ലഡ്, റീക്യാപ്പിംഗ് ദ നീഡിൽ ഡ്യൂറിങ് ഡിസ്പോസൽ ആൻഡ് ബൈ നെഗ്ലക്റ്റഡ് നീഡിൽ. Then major risk following needle stick injury. Needle stick injury ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് hepatitis B infection. HIV infection അത്രയും പോസിബിലിറ്റി ഇല്ല. ബിക്കോസ് when HIV virus when it is out of the blood it won't survive. ബ്ലഡിൽ മാത്രമേ HIV virus ജീവിക്കത്തുള്ളൂ. അപ്പോൾ ഹ്യൂമൻ സെല്ലിൽ നിന്ന് പുറത്തോട്ട് വന്ന അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് പുറത്തു വന്നാൽ that virus will die. But only those who are highly contamination stage, they only could transmit by needle stick injury. But hepatitis B virus that it can transmit any form. Patient blood ആയിക്കോട്ടെ, patient saliva ആയിക്കോട്ടെ, patient tears ആയിക്കോട്ടെ, patient sweat ആയിക്കോട്ടെ, from the patient blood sheet also hepatitis B and C virus can transmit. അപ്പോൾ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യൻറ്റിനെ കുത്തിയ വൈറസ് നീഡിലാണെങ്കിൽ ബൈ മിസ്റ്റേക്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയ ഹെപ്പറ്റൈറ്റിസ് ബി വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 90% ഉണ്ട്. HIV വൈറസിന് അത്രയും ഇല്ലെങ്കിൽ പോലും there is risk of getting the infection. There are nurses who become infected with hepatitis B only through needle prick. And what will happen? Hepatitis B and HIV virus, hepatitis B, hepatitis C and HIV virus, they are lifelong illness. It cannot be cured, it cannot be treated, and the person has to live with this virus till their death. They cannot go abroad and work, they cannot get married, they cannot bear children. So it is always better to avoid such sort of injury. So what you have to do, don't be in a hurry when you are handling with needles. Be very careful, be very cautious. Then other infections like septicemia, diphtheria, syphilis, toxoplasmosis can also occur. So how to prevent needle stick injury? So it's our responsibility to prevent getting injury to ourselves and to others. So what we have to do? Always wear gloves while handling the sharps. Sharps should be segregated at the point of generation from the rest of the waste. ഞാൻ പറഞ്ഞു വേസ്റ്റ് ഉണ്ടാവുന്ന ആ മൊമെന്റിൽ അത് സെഗ്രിഗേറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങളൊരു നീഡിൽ ഉപയോഗിച്ചു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ അത് വേസ്റ്റ് ആണ്. ദാറ്റ് ഷുഡ് ബി പുട്ട് ഇൻ അനദർ കിഡ്നി ട്രേ. മനസ്സിലായോ? നമ്മൾ ഉപയോഗിച്ചു, ആവശ്യം കഴിഞ്ഞാൽ അടുത്ത നിമിഷം അത് വേസ്റ്റായി. ആ വേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറെ ഇടണം. സിറിഞ്ച് ഒരു പാത്രത്തിൽ, നീഡിൽ ഒരു പാത്രത്തിൽ, പേപ്പർ വേറെ, കോട്ടൺ വേറെ, അങ്ങനെ തരം തിരിച്ച് വേണം നമ്മൾ വേസ്റ്റ് ഇടാൻ ആവശ്യം കഴിയുമ്പോൾ. അല്ലാണ്ട് ഒക്കെ കൂടി ഒരു കിഡ്നി ട്രേയിൽ ഇട്ടിട്ട് കിഡ്നി ട്രേയിൽ നിന്ന് തരം തിരിക്കാൻ നിൽക്കരുത്. ആ ആവശ്യം കഴിഞ്ഞ് ഇടുന്നത് വേറെ തിരിച്ചിടണം.
Do not clip, bend or break the needle to make them non-usable. This practice may cause accidental injury. നമ്മൾ നീഡിലിൻ്റെ ടിപ്പ് പിടിച്ചിട്ട് ബെൻഡ് ചെയ്യുക, ബ്രേക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. That will cause injury to ourselves. Destroy the needle and syringes by using a needle destroyer or cutter. Needle cutter വാടി തന്നെ ഉണ്ടാവും, അത് വെച്ചിട്ട് വേണം നമ്മൾ needle destroy ചെയ്യാൻ. Either disinfect them or sterilize them, shred them. നമ്മൾ sterilize ചെയ്ത് ഉപയോഗിക്കുന്നില്ല. Only we will put it in a container which contains disinfectant solution. Syringes and needles or other sharp must be dipped in a strong disinfectant solution like bleach of recommended concentration for a definite period of time before disposal. Always place the sharp in puncture-proof container that are having universal biohazard symbol prominently displayed on them. Puncture-proof container-ൽ sharps ഇടാൻ പാടുള്ളൂ, വേറെ ബാഗ്സിലൊന്നും ഇടാൻ പാടില്ല. ഡീകണ്ടാമിനേഷൻ നമ്മൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നീഡിൽ ഇടുന്നതിൽ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ ഒന്നും നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കത്തില്ല. Use a heavy duty puncture proof container to collect the waste sharp. Narrow mouth container facilitate collection, minimize unnecessary handling or removal. നമ്മൾ ഉപയോഗിക്കുന്ന puncture proof container-ന്റെ മൗത്ത് നാരോ മൗത്ത് ആയിരിക്കണം. Clipping, bending, ഇത് നമ്മൾ ഇപ്പോൾ പൊതുവെ ചെയ്യാറില്ല. Destroy needles by needle cutter, dipping in a disinfectant solution. Suppose if you have to recap the needles. ഞാൻ ഇഞ്ചക്ഷൻ പഠിപ്പിച്ചപ്പോൾ ചില കുട്ടികൾക്ക് കണ്ടവർക്കറിയാം, നമ്മൾ ഇപ്പോൾ ലോഡിങ് കഴിഞ്ഞിട്ട് ക്യാപ്പ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ഒരു കാരണവശാലും നമ്മൾ മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് ക്യാപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ് സ്കൂപ്പിംഗ് ടെക്നിക്. സ്കൂപ്പിംഗ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് നമ്മളൊരു ഫ്ലാറ്റ് സർഫേസിൽ വെക്കുക, നീഡിൽ ഇതേപോലെ സ്ലൈഡ് ചെയ്തിട്ട് ഈ ക്യാപ്പിനകത്തോട്ട് കയറ്റാം. എന്നിട്ട് ഇത് കയറ്റി കഴിയുമ്പോൾ ഈ ഹബിൻ്റെ അവിടെ പിടിച്ചിട്ട് നമ്മൾ ടൈറ്റൻ ചെയ്യാം. ഈ ടെക്നിക്ക് വെച്ചിട്ടാണ് റീക്യാപ്പിംഗ് ചെയ്യാറുള്ളത്. ഒരു കാരണവശാലും കൈ കൊണ്ട് പിടിച്ച് റീക്യാപ്പിംഗ് ചെയ്യുക. ഈ ടെക്നിക്കിനെ പറയുന്നതാണ് സ്കൂപ്പ് ടെക്നിക്, വൺ ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ടെക്നിക്. ഇനി ഷാർപ്പ് സേഫ്റ്റി പ്രാക്ടീസസ്. ഷാർപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സേഫ്റ്റി പ്രാക്ടീസസ് ഉണ്ട്. അതിൽ വേണമെന്നാണ് ബി പ്രിപ്പയർഡ്, ബി അവെയർ ആൻഡ് ഡിസ്പോസ് വിത്ത് കെയർ. ഇനി എന്താണ് ഈ ബി പ്രിപ്പയർഡ്? ബിഫോർ ബിഗിനിങ് എ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതാണ് ബി പ്രിപ്പയർഡ്. എന്തൊക്കെ ചെയ്യണം? ഓർഗനൈസ് ദ എക്യുപ്മെന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് യൂസ്. ഓർഗനൈസ് ചെയ്ത് വെക്കുക എല്ലാ ആർട്ടിക്കിൾസും. മേക്ക് ഷുവർ വർക്ക് സ്പേസ് ഹാസ് adequate lighting. Keep sharps pointed away from the user. Locate a sharp disposal container or have one nearby. Assess the patient's ability to cooperate. Get help if necessary. Ask the patient to avoid sudden movements. Next is be aware. During the procedure, what all things you have to do? Maintain visual contact with sharps during use. നമുക്ക് കാണുന്ന രീതിയിൽ വേണം ഷാർപ്സ് എപ്പോഴും ഇടാൻ. ബി അവെയർ ഓഫ് സ്റ്റാഫ് നിയർ ബൈ. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മുടെ ഒരു അശ്രദ്ധ കുറവുകൊണ്ട്, ഒരു കാഴ്ച കുറവുകൊണ്ട് കുത്തു കിട്ടരുത്. നമ്മൾ അറിയണം നമ്മുടെ ഇപ്പുറത്ത് ഇന്ന സ്റ്റാഫ് ഉണ്ടെന്ന്. Control the location of sharps to avoid injury to yourself and others. Do not hand pass exposed sharps from one person to other. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ സിറിഞ്ച് നമ്മൾ ഒരിക്കലും ഒരു കൈ കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കരുത്, ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കരുത്. കുത്തി കഴിഞ്ഞ ഉടനെ അതൊരു കിഡ്നി ട്രെയിൽ ഇടുക, എന്നിട്ടേ കൊടുക്കാവുള്ളൂ. എൻ്റെ കൈ കൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് കയ്യിൽ കൊടുക്കരുത്, അല്ല കിഡ്നി ട്രെയിലോ ഇഞ്ചക്ഷൻ ട്രെയിലോ വാങ്ങിക്കാവുള്ളൂ. യൂസ് പ്രീ ഡിറ്റർമൈൻഡ് ന്യൂട്രൽ സോൺ ഫോർ പ്ലേസിംഗ് റിട്രീവിംഗ് ഷാർപ്സ്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ഞാൻ ഇത് കുത്തി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്താണ് ഇടാൻ പോകുന്നത്, അല്ലാണ്ട് കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ തപ്പി നടക്കരുത്. ആ സമയത്ത് കുറി കിട്ടും. അപ്പോൾ പേഷ്യൻറ്റിനെ കുത്താൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള റീച്ചിൽ കിഡ്നി ട്രേ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ട്രേ വയ്ക്കാം. കുത്തി കഴിഞ്ഞാൽ ഉടനെ ഇതിലിടും എന്ന് തീരുമാനിച്ച് അതിനകത്തിട്ടിരുന്നു. അലർട്ട് അതേഴ്സ് വെൻ ഷാർപ്സ് ആർ ബീങ് പാസ്ഡ്. നമ്മളിപ്പോൾ നീഡിൽ ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ എടുത്ത് സിസ്റ്റർ ഞാൻ ഈ നീഡിൽ അങ്ങോട്ട് ഇടുന്നുണ്ട്, ഒന്ന് മാറിക്കണേ അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ. ഇപ്പോൾ നമ്മൾ കിഡ്നി ട്രേന്ന് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിൽ ഇടുവാണെങ്കിൽ അവിടെ ആരെങ്കിലും നിൽക്കണമെങ്കിൽ സിസ്റ്റർ ആണെങ്കിൽ ഇട്ടോ, ഞാൻ അതങ്ങോട്ട് ഇടുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വേണം ഇടാൻ. Dispose with care. During cleaning up, be accountable for the sharps use. Being accountable എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോൺസിബിൾ. ഞാൻ ഉപയോഗിച്ച ഷാർപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഒരു പ്രൊസീജിയർ കഴിഞ്ഞു വന്നു, ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ ഒരു ബെഡ് വിഡ്രോവൽ കഴിഞ്ഞ് വന്നു, ഉടനെ ഡിസ്പോസ് ഇറ്റ്, ഡു ദ ഹാൻഡ് വാഷിംഗ്, ദെൻ ഓൺലി ദ റെസ്പോൺസിബിലിറ്റി. അല്ലാണ്ട് അതവിടെ വെച്ചിട്ട് പോയി വേറെ പ്രൊസീജിയർ ചെയ്യരുത്, എന്ത് തന്നെ സാഹചര്യം ആയാലും. Check procedure trays, waste materials and bedding for expose the sharps before handling. Look for sharp equipment left behind inadvertently. Transport reusable sharps in a closed container. നമ്മൾ ഒരിക്കലും നീഡിലൊന്നും കയ്യിൽ പിടിച്ച്, സിറിഞ്ച് നീഡിലും കയ്യിൽ പിടിച്ച് പോകരുത്. എങ്ങനെയും പോകേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇഞ്ചക്ഷൻ ട്രെയിൻ കത്തിട്ട് ആ ഇഞ്ചക്ഷൻ ട്രേ ഒരു ട്രെയിൽ വെച്ചിട്ടേ പോകാവുള്ളൂ. Secure the container to prevent spillage. While disposing of sharps, inspect the container. Keep hands behind the sharp. നമ്മൾ ഇപ്പോഴും നീഡിൽ പിടിക്കുമ്പോൾ നീഡിലിൻ്റെ മെറ്റൽ പോർഷനിലല്ല പിടിക്കേണ്ടത്, നീഡിലിൻ്റെ ഹബ്ബുമ പിടിക്കണം. സിറിഞ്ച് പിടിക്കുമ്പോൾ സിറിഞ്ചിൻ്റെ ബാരൽമ പിടിക്കണം, ഒരിക്കലും സിറിഞ്ചിൻ്റെ ഹബ്ബുമ പിടിക്കരുത്. Never puts hands or fingers into sharp container. പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിൽ ഒരിക്കലും കൈയിടാൻ പാടില്ല. If you are disposing sharps with attached tubings, be aware that tubing attached to sharps can recoil and lead injury. ഇപ്പോൾ ഒരു IV സെറ്റിൻ്റെ അറ്റത്തൊരു നീഡിലുണ്ട് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവാം ഈ IV സെറ്റ് റീകോയിൽ ആവാം, അത് നമുക്ക് ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അക്കോർഡിംഗ്ലി വേണം നമ്മളത് പിടിക്കാൻ. Maintain control of both tubing and device during disposal.
After disposing the shark, visually inspect shark container for filling. Replace the container before they become overfilled. Keep filled container for disposal in secure area.